ഹലോ നമസ്കാരം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബർത്ത്ഡേ കേക്കാണ്. ഒരു ചോക്ലേറ്റ് കേക്ക് എന്നാണ് ഞാനും ഈ ബർത്ത്ഡേക്കാരിയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. കൂട്ടുകാർക്കും വീട്ടുകാർക്കുമായിട്ട് ഒരുപാട് കേക്ക്സ് എൻ്റേത് വാങ്ങിയിട്ടുണ്ട്. ഒരു അൺനോൺ പേഴ്സണിൽ നിന്ന് ഒരു നോൺ പേഴ്സണായിട്ട്, പിന്നെ എൻ്റെ സിസ്റ്ററിനെ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഡോക്ടർ ആഷിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. മിക്കവാറും എൻ്റെ വീഡിയോസിന് താഴെ നിങ്ങൾക്ക് ആഷിയുടെ കമൻറ്റ് കാണാൻ പറ്റും, ദീപ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഒരു ബഞ്ച് ഓഫ് പേർപ്പിൾ കളർ ഫ്ലവേഴ്സും പേർപ്പിൾ കളറിൽ കവർ പേജോട് കൂടിയ ബെന്യാമിൻ്റെ പുസ്തകമായിട്ട് ആഷി ഇതേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അന്ന് ഞങ്ങൾ മണിക്കൂറുകളോളാട്ടോ സംസാരിച്ചത്. അങ്ങനെ സംസാരം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറേ കമൻസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലായിട്ട് വരാറുണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസിന്. അതിൽ യൂട്യൂബിലുള്ളത് ചിലപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില കമൻസ് ഒക്കെയാണ് കേട്ടോ. അതിലൊരെണ്ണം ഇങ്ങനെയായിരുന്നേ: നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരുമാതിരി വേണച്ചാൽ കണ്ടാൽ മതി, വേണച്ചാൽ വാങ്ങിയാൽ മതി, അങ്ങനെയൊക്കെ. അത് വായിച്ചിട്ട് ശരിക്കും ഞാൻ കുറേ ചിരിച്ചു. കളിയാക്കിയിട്ടല്ല കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് അത്ര ഓപ്പൺ ആയിട്ടൊരു കമൻറ്റ് വരുന്നത്. എന്നെ ഒട്ടും അറിയാത്ത ഒരാൾ ഒരു 3 മിനിറ്റ് റീൽ കണ്ടിട്ട് എന്നെ പറ്റിയിട്ടൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എനിക്ക് ഒട്ടും ദേഷ്യമോ സങ്കടമോ ഒന്നും വന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ചിരിയാണ് വന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇതെന്നെ ബാധിക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അൺനോൺ ആയിട്ടുള്ള ഒരാളല്ലേ, എന്നെ അറിയാവുന്ന ആൾക്കാർ പോലും എന്നെപ്പറ്റി വേറൊരു ഇമേജൊക്കെ ധരിച്ചു വയ്ക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടി കുറച്ച് കാലം മുമ്പ് വരെയും എൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് മെച്യൂരിറ്റീനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കുറേ മാറ്റങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത ഈ ആളുകളുണ്ടാക്കുന്ന ജഡ്ജ്മെൻറ്റിനെ പേടിക്കാണ്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ നിരവധി മാറ്റങ്ങളാണ് കുറച്ച് കാലമായിട്ട് എനിക്ക് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പണ്ടത്തെ ഞാനിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞാൻ ഇവിടെ ജീവിച്ച ഇത്രയും കാലത്തിൽ ഏറ്റവും ഫൈനസ്റ്റ് ഫോമിലാണ് ഞാനിപ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ട് പറഞ്ഞിരുന്നില്ലേ ഞാൻ, നമ്മുടെ ഏജിങ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ചുളിവ് മാത്രമല്ലെന്നേ, നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈ തോന്നുന്ന ഈ മാറ്റങ്ങളൊക്കെ തന്നെയാണ് ഏജിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ അഹങ്കാരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പേജിൽ കഴിഞ്ഞ 3 വർഷമായിട്ടേ ഉള്ളൂ ഇത്രയും ആളനക്കൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ പേജ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ ബേക്ക് ചെയ്യുമായിരുന്നു, ഇതുപോലെ ഞാൻ വീഡിയോസും ഫോട്ടോസും ഇടുമായിരുന്നു. കാണാൻ വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ലൈക്സൊക്കെ ഒരു 10ൽ താഴെ അല്ലെങ്കിൽ 10 എണ്ണമൊക്കെ ധാരാളമായിരുന്നു എനിക്ക്. എന്നിട്ടും ഞാൻ ഇത് നിർത്തിയില്ലെങ്കിൽ അതിനർത്ഥം ഇത് എന്നെ സന്തോഷിപ്പിക്കാനാണ് ബേസിക്കലി ഞാൻ ചെയ്യുന്നത്. എൻ്റെ ബേക്കിംഗ് ആണെങ്കിലും എൻ്റെ ഈ പറഞ്ഞ റീൽസൊക്കെ തന്നെയും ഈ വർത്താനം പറയണതൊക്കെ ബേസിക്കലി ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയെന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത് ആ കാലഘട്ടം ഞാൻ ഫേസ് ചെയ്തു എന്നുള്ളതാണ്. ആ ധൈര്യമാണോ അഹങ്കാരമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകണമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ജഡ്ജ്മെൻറ്റ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഞാനിതേ ഇവിടെ എങ്ങനെയുണ്ട്.